الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാത്രകൾ നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സുപ്രധാന ഘടകമായി മാറിയ കാലമാണിത്. നമ്മളൊക്കെ തന്നെ ചെറുതും വലുതുമായി സ്വദേശത്തും വിദേശങ്ങളിലുമായൊക്കെ ധാരാളം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. വിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അനവധി വിവിധങ്ങളായ യാത്രകളെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്കൊക്കെ മനഃപ്പാഠമുള്ള സൂറ ഖുറൈശി ഗോത്രവും അതിലെ ആളുകളെയുമൊക്കെ അള്ളാഹു മനസ്സിണക്കമുള്ളവരാക്കി തീർത്ത ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹിലത ശിതാഇ വസ്സൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാഇനെക്കുറിച്ച് മക്കൽ മുക്കറമയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യാത്രയാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള പ്രവാചകന്റെ ആകാശാരോഹണ യാത്ര മിഅ്റാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അനുയായികളോടൊപ്പം പ്രളയകാലത്ത് നടത്തിയ കപ്പൽ യാത്രയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ കൻആൻ പ്രദേശത്തു നിന്നും മിസ്രിലേക്ക് ഈജിപ്തിലേക്ക് നടത്തിയ തുടർച്ചയായുള്ള യാത്രകളെക്കുറിച്ച് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വിജ്ഞാനം തേടിയ ഒരു യാത്ര പുറപ്പെട്ട കാര്യം നാം പാരായണം ചെയ്യുന്ന സൂറ അൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്.
ഹജ്ജ് യാത്രയെക്കുറിച്ചുള്ള പ്രതിപാദ്യമുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത അവിടുത്തെ ചരിത്രത്തിലെ ശ്രദ്ധേയമായ നാഴികക്കല്ലായിരുന്ന ഹിജ്റയെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ അടിവരയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി പറയുന്നത് ഇതൊക്കെ ഇബ്റ ലി ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഒരുപാട് പാഠങ്ങളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതേപോലെ തന്നെ വിശ്വാസികളായ നമ്മോട് യാത്ര പുറപ്പെടാനുള്ള കൽപ്പനയുണ്ട്. ഈ ഭൂമി അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ലെന്നും ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ, ഈ ഭൂമിയെ പ്രയോജനകരമാക്കി നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവനാകുന്നു അവൻ. അതുകൊണ്ട് അതിൻ്റെ വിരിമാറുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുവിൻ എന്നാണ്. ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹി നുശൂർ, അവൻ നിങ്ങൾക്ക് ഈ ഭൂമുഖത്തൊരുക്കിയ വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുവിൻ, എന്നാൽ അവനിലേക്കാണ് നിങ്ങൾ മടങ്ങിപ്പോകുന്നത് എന്നതാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ജീവിതത്തിൻ്റെ പരക്കം പാച്ചിലുകൾക്കിടയിൽ നമ്മൾ നടത്തുന്ന സുദീർഘവും ഹ്രസ്വവുമായ യാത്രകൾക്കൊക്കെ അതിൽ ഒരു മടക്കയാത്രയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലിലേക്ക് ചേർത്തി വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നത് എന്നാണ്. നമ്മൾ ഇവിടെ ശാശ്വതമായി കഴിയേണ്ടവരല്ലെന്നും മടങ്ങിപ്പോകേണ്ടവരാണ്. ശാശ്വതമായൊരു ജീവിതത്തിലേക്ക് ഉള്ള യാത്രയുടെ ഭാഗമായിക്കൊണ്ടാണ് ഈ ജീവിതമെന്നാണ്. ഭൂതകാലത്തിൽ നമ്മൾ ജനിക്കുന്നു, വർത്തമാനത്തിൽ നമ്മൾ ജീവിക്കുന്നു, ഭാവിയിൽ നമ്മൾ മരിക്കും. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഉണരലുകളും ഉറക്കങ്ങളും വരെ നാം ഉണരുമ്പോൾ നടത്തുന്ന പ്രാർത്ഥനയിൽ എൻ്റെ അരികിലേക്കാണ് മടങ്ങി വരുന്നതെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിനെക്കുറിച്ച്, മടക്കയാത്രയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴുമുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളിൽ വഇലൈക്കൻ നുശൂർ വഇലൈക്കൽ മസീർ വഇലൈഹിൻ നുശൂർ വഇലൈഹിൽ മസീർ, എങ്ങനെയൊക്കെയാണെങ്കിലും വഇന്ന ഇലാ റബ്ബിക റുജ്അ, നിന്റെ റബ്ബിൻ്റെ അരികിലേക്കാണ് മനുഷ്യ നിനക്ക് മടങ്ങാനുള്ളത് എന്ന ഓർമ്മപ്പെടുത്തലുകൾ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന വളരെ ലളിത മനോഹരമായ, എന്നാൽ നമുക്ക് ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും നേട്ടമുണ്ടാക്കുന്ന ഒരു സുന്ദരമായ ജീവിതമുണ്ട്. ആ ജീവിതം നാം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലെന്നും അത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നുമാണ് ഖുർആൻ, ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഞ്ചാരത്തെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുമ്പോൾ ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ ബദഅൽ ഖൽഖ് സുമ്മ അല്ലാഹു യുൻശിഉ നശ്അത്തൽ ആഖിറ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് വിശദീകരിച്ചു തരുന്നുണ്ട്. സീറൂ ഫിൽ അർള്, നിങ്ങൾക്ക് ഭൂമിയിലൂടെ സഞ്ചരിക്കാം, നിങ്ങൾ സഞ്ചരിക്കുവിൻ. എന്നാൽ ഫൻദുറു, നിങ്ങൾ നോക്കിക്കാണുകയും ചിന്തിക്കുകയും വേണം. എന്ത്? കൈഫ ബദഅൽ ഖൽഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ് എങ്ങനെയാണ് ആരംഭിച്ചത് എന്ന് നിങ്ങൾ നോക്കിക്കാണുവിൻ. നിങ്ങൾ വീട്ടിൽ മാത്രം കഴിഞ്ഞുകൂടേണ്ടവരല്ല, നാട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടവരല്ല. സൗകര്യമുള്ളവർ നിങ്ങൾ സഞ്ചരിക്കണം. സുമ്മല്ലാഹു യുൻശിഉ നശ്അത്തൽ ആഖിറ, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തിമമായി ഒരിക്കൽ കൂടി സൃഷ്ടിപ്പ് നടത്തുന്നതാണ്. ഇപ്പോൾ അവൻ നടത്തിയ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ, അത് എങ്ങനെയാണ് അവൻ ആരംഭിച്ചത് എന്ന് നിങ്ങൾ ഉറ്റുനോക്കൂ.
നിങ്ങളൊന്ന് കാണൂ, നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് സൂറ അങ്കബൂത്തിലെ 31-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഖുൽ സീറൂ ഫിൽ അർദ്, ഖുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നബിയെ നിങ്ങൾ പ്രസ്താവിക്കണം, ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുവിൻ. ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബൽ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറയുടെ പര്യവസാനവും പരിണിതിയും എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കൂ. കാരണം അതിൻ്റെയൊക്കെ അടയാളങ്ങളെ, ആസാറുകളെ അള്ളാഹു ഈ ഭൂമുഖത്ത് നശിപ്പിക്കാതെ നിലനിർത്തിയിട്ടുണ്ട്. ലോകാന്ത്യം വരെ അത് നിലനിൽക്കും. കാരണം ആ ചരിത്രങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക്, ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ നിലനിൽക്കുന്ന കാലത്തോളം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഈ ഭൂമിയിൽ അവൻ നിലനിർത്തിയിട്ടുള്ള ആസാറുകളെയും അത് നിലനിർത്തുമെന്നാണ്. നിങ്ങളത് പോയി കാണൂ, ചിന്തിക്കൂ എന്നാണ്. കാന അക്സറുഹും മുശ്രിക്കീൻ, അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമായിട്ടുള്ള ആളുകളിലധികവും അള്ളാഹുവിൽ പങ്കുചേർത്ത ബഹുദൈവ വിശ്വാസികളായിരുന്നു എന്നാണ് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. സഹോദരങ്ങളെ, ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് യാത്രകൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും ആ യാത്രയിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ചില മര്യാദകളും മാനേഴ്സുമുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ഓർക്കുകയും അത് പ്രാവർത്തികമാക്കുകയും വേണമെന്നാണ്. യാത്രയെക്കുറിച്ച് മൊത്തത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്, യാത്ര എന്നുള്ളത് അദാബിന്റെ ഒരു കഷ്ണമാണെന്നാണ്. അങ്ങനെ നബി വിശേഷിപ്പിക്കാൻ കാരണം എന്താണെന്നോ, യദഉ അഹദുക്കും തുഅമഹു വശറാബഹു വനൗമഹു, യാത്ര പുറപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കിഷ്ടമുള്ള ഭക്ഷണം ആവശ്യമുള്ള നേരത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് കുടിക്കാനുള്ളതും അങ്ങനെ തന്നെയാണ്, നമ്മുടെ ഉറക്കവും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലും നാട്ടിലുമാണെങ്കിൽ നമ്മുടെ ആ റൊട്ടീനുകൾ, പതിവ്, നമ്മുടെ ചര്യകൾക്കനുസരിച്ച് കൃത്യമായി നമുക്ക് ചെയ്യാൻ കഴിയും. യാത്രയിൽ അങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതാണ് ഒരു അദാബ് എന്ന് പറഞ്ഞത്. എന്നാൽ നമ്മൾ ചെയ്യേണ്ട യാത്രകൾ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് റസൂൽ പറയുന്നു, ഫൈദാ ഖലാ അഹദുക്കും നഹ്മതഹു ഫിസ്സഫർ, യാത്രയിലുള്ള നിങ്ങളുടെ ആവശ്യം നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ, ഫൽയുഅജ്ജിൽ ഇലാ അഹ്ലിഹി, പിന്നെ നിങ്ങൾ വെറുതെ നിൽക്കരുത്, നിങ്ങളുടെ വീടുകളിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങി വരണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി യാത്ര കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് പറയവേ 5 പ്രയോജനങ്ങൾ അതുകൊണ്ട് മനുഷ്യർക്കുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തഗറബ് അനിൽ ഔതാനി ഫീ ത്വലബിൽ ഉലാ വസാഫിർ ഫിൽ അസ്ഫാരി ഖംസു ഫവായിദി, ഇടക്കിടക്കൊക്കെ നാട് വിട്ടൊന്ന് പുറത്തിറങ്ങി സഞ്ചരിക്കണം നീ. അങ്ങനെയാണെങ്കിൽ നീ ഔന്നിത്യവും ഉന്നതിയും പുരോഗതിയും ഒക്കെ ആഗ്രഹിക്കുന്ന ആളായി തീരും. അത് കിട്ടണമെങ്കിൽ യാത്ര ചെയ്യണമെന്നാണ്. വസാഫിർ ഫിൽ അസ്ഫാരി ഖംസു ഫവായിദി, അദ്ദേഹം 5 ഗുണങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതിലധികം നമുക്ക് നേടാനാകും. ഒന്ന്, തഫറുജു ഹമ്മിൻ, നിന്റെ മനോഭ്യതക്കും നിന്റെ സങ്കടത്തിനുമൊക്കെയുള്ള ഒരു മോചനമാകും. പുറത്തുനിന്നിറങ്ങി ഒന്ന് യാത്ര ചെയ്താൽ നിന്റെ മനസ്സിൻ്റെ ടെൻഷനും പിരിമുറുക്കവും ഒക്കെ ഒന്ന് മാറ്റാൻ നിനക്ക് കഴിയും. വക്തിസാബു മഈഷ, നിന്റെ ജീവിതായോധന മാർഗത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നിനക്ക് നേടാനാകും. അതിനെന്ത് ചെയ്യണം? നീ ഇറങ്ങി പുറപ്പെടണമെന്നാണ്. മറ്റൊരു വരിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, സാഫിർ തജിദ് ഇവലൻ അമ്മൻ തുഫാരിഖുഹു ഫൻസബ് ഫഇന്ന ലദീദൽ ഐശി ഫിൻ നസബി, നീ യാത്ര ചെയ്താൽ എന്തായാലും ഒരു ഗുണം നിനക്കത് അതുകൊണ്ട് കിട്ടും. നീ അധ്വാനിച്ച് ജീവിക്കണം. ഫൻസബ്, കാരണം ജീവിതത്തിന്റെ ടേസ്റ്റ്, ഫഇന്ന ലദീദൽ ഐശി ഫിൻ നസബി, അടങ്ങി ഒതുങ്ങി ചടഞ്ഞുകൂടി ഇരിക്കുന്നതിലല്ല
എന്തെങ്കിലുമൊക്കെ പണിയും പ്രവൃത്തിയും അധ്വാനവും ഒക്കെ ചെയ്യുന്നതിലാണ് ജീവിതത്തിന് രുചി അനുഭവപ്പെടുക എന്ന് ഇമാം ഷാഫി പറയുന്നുണ്ട്. ഇന്നി റഅയ്തു വുഖൂഫൽ മാഇ യുഫ്സിദുഹു ഇൻ സാല ത്വാബ വ ഇല്ലം യജിരി ലം യതിബി. വെള്ളം ഒരു സ്ഥലത്ത് കെട്ടി നിന്നാൽ അത് കെട്ടുപോകും, അഴുക്കായി പോകും. എന്നാൽ വെള്ളം ഒഴുകുകയാണെങ്കിലോ യതിബി, അത് നല്ല വെള്ളമായി തീരും. അതുകൊണ്ട് നമ്മൾ ഒഴുക്കുള്ള വെള്ളം പോലെ നമ്മൾ നല്ല യാത്രകൾ നടത്തണമെന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ചടഞ്ഞിരുന്നാൽ കെട്ടി നിൽക്കുന്ന വെള്ളം പോലെയാകുമെന്നാണ്. അതുകൊണ്ട് ജീവിതായോധനത്തിന് വേണ്ടി അറിവ് നേടണമെങ്കിൽ നാട് വിട്ടു പോകേണ്ടി വരും, ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും. അറിവ് നേടാനുള്ള യാത്ര, ഏത് യാത്രയാണെങ്കിലും അതിൽ ബർക്കത്തുണ്ടാകാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? നല്ല നിയ്യത്തോടു കൂടി നിങ്ങൾ യാത്ര പോകണമെന്ന്. ഉല്ലാസത്തിന് വേണ്ടി, ആനന്ദത്തിന് വേണ്ടി, അതേപോലെ തന്നെ വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടിയൊക്കെ മനുഷ്യൻ നടത്തുന്ന യാത്രകളൊക്കെ സ്വോദ്ദേശപരമായിരിക്കണം. നല്ല നിയ്യത്തോടു കൂടിയാണെങ്കിൽ അതിനൊക്കെ ബർക്കത്തുണ്ടാകും. വിജ്ഞാനം തേടി പോകുന്നതിനെ കുറിച്ച് റസൂല് പറഞ്ഞത്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹൻ സഹലല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. വിജ്ഞാനം അന്വേഷിച്ചുള്ള ഒരു യാത്ര ഒരാൾ പുറപ്പെടുകയാണെങ്കിൽ അവന്റെ സ്വർഗത്തിലേക്കുള്ള വഴി അത് മുഖേന എളുപ്പമാക്കി കൊടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നതെന്നാണ്. ആദാബ്, ഒരുപാട് മര്യാദകളും സംസ്കാരങ്ങളും നല്ല ശീലങ്ങളുമൊക്കെ യാത്രയിൽ അനുഭവത്തിലൂടെ മനുഷ്യൻ പലതും പഠിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പഠിക്കണമെങ്കിൽ വസ്വഹബത്തു മാജിദി, നല്ല മാന്യന്മാരായ നല്ലവരുമായുള്ള സഹവാസവും അവരെ പരിചയപ്പെട്ടും അങ്ങനെ സംസ്കാരത്തെയും സ്വഭാവങ്ങളെയും അടുത്തറിഞ്ഞുകൊണ്ടൊക്കെയുള്ള യാത്രകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുകൊണ്ടൊക്കെയുള്ള നേട്ടങ്ങളെ കുറിച്ചാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ നമ്മൾ ഏത് യാത്ര നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് നടത്തുകയാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ പാലിക്കേണ്ട ഇസ്ലാമികമായ ചിട്ടവട്ടങ്ങൾ വളരെ കൃത്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമ്മൾ വീടിന് വിടുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ബിസ്മില്ല, തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ നാമത്തിലാണ് ഞാൻ എൻ്റെ കാല് വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വെക്കുന്നത്. ഇനി ഈ വീട്ടിലേക്ക് തന്നെ ഞാൻ മടങ്ങി വരുമെന്നൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ മറ്റുള്ളവർ ചുമന്നുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരപ്പെടുക. ഒരുറപ്പുമില്ല നമുക്ക്, നമ്മുടെ ജീവിതത്തിന് യാതൊരു ഗ്യാരണ്ടിയില്ല. അള്ളാഹുൽ തവക്കുലായിക്കൊണ്ടാണ് നിങ്ങൾ പോകേണ്ടത് എന്നാണ്. അതേപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെടുമ്പോൾ യാത്രക്കുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒട്ടകങ്ങളായിരുന്നു. ഹിജറക്ക് പ്രവാചകൻ പുറപ്പെട്ടപ്പോൾ ഒട്ടകത്തെ പ്രത്യേകം തയ്യാറാക്കി. ഹജ്ജിന് പുറപ്പെട്ടപ്പോൾ ഒട്ടകത്തെ പ്രത്യേകം തയ്യാറാക്കി. പ്രവാചകൻ ജിഹാദിന്, യുദ്ധത്തിന് വേണ്ടി സൈനിക നീക്കങ്ങൾ നടത്തിയ സന്ദർഭത്തിലൊക്കെയുള്ള യാത്രാവേളകളിൽ യാത്രാ വാഹനം സജ്ജമാക്കും. നമ്മളിപ്പോൾ അങ്ങനെ സജ്ജമാക്കണമെന്നില്ല. എന്നാലോ യാത്രാരേഖകൾ ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. അതിനൊക്കെയുള്ള മുന്നൊരുക്കങ്ങളിൽ വരെ എന്തുണ്ട്? നമുക്ക് പ്രതിഫലമുണ്ട് എന്നാണ്. ഒരു യുദ്ധത്തിന് വേണ്ടി ഒരാൾ ഒരു മൃഗത്തെ വളർത്തി, ഒരു കുതിരയെ വളർത്തിയാൽ അതിന് തിന്നാൻ കൊടുക്കുന്നതിലും അതിനെ കുളിപ്പിച്ച് പരിചരിച്ച് സംരക്ഷിക്കുന്നതിന് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മുടെ മനോഗതിയും മനസ്ഥിതിയും നിയ്യത്തും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വാഹനത്തിലേക്ക് കയറുമ്പോഴോ ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമത്തിൽ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാഹനത്തിൽ കയറുന്നത്. അള്ളാഹുവാണ് വലിയവൻ, എൻ്റെ ഒരുക്കമല്ല, എൻ്റെ സന്നാഹമല്ല, എൻ്റെ ഈ മുന്തിയ വാഹനമല്ല, നേരെ മറിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ് വലുത്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഇങ്ങനെ ഒരു സൗകര്യം എനിക്ക് കീഴ്പ്പെടുത്തി ഒരുക്കി തന്ന അല്ലാഹുവേ, നീ പരമപരിശുദ്ധനാണ്, ഞങ്ങൾക്ക് ഇതൊരിക്കലും കീഴ്പ്പെടുത്താനാവില്ല റബ്ബേ. അതേപോലെ തന്നെ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ,
ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ളവരാണ് എന്നാണ്. ഏത് യാത്ര നമ്മൾ പുറപ്പെടുകയാണെങ്കിലും ഒരു അന്ത്യയാത്രയെ കുറിച്ച് കൊണ്ടുള്ള ഓർമ്മപ്പെടുത്തൽ, ഇത് വിശുദ്ധ ഖുർആനിന്റെ ഒരു സൂക്തം കൂടിയാണ് നമ്മൾ ചൊല്ലുന്ന ഈ പ്രാർത്ഥന. ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരാണ് എന്ന് ഈ ഒരു ബോധത്തോടു കൂടിയാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നെങ്കിൽ നമ്മുടെ യാത്രയിലെ എല്ലാ നിമിഷങ്ങളും സമയങ്ങളും ദിവസങ്ങളും ധന്യമാക്കി തീർക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ, തൻ്റെ അനുചരന്മാരെയൊക്കെ യാത്ര അയച്ച സന്ദർഭത്തിൽ നടത്തിയിട്ടുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ നോക്കൂ. അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അഅമാലിക. 3 കാര്യങ്ങളാണ്. ഇത് നമ്മുടെ നിത്യജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അള്ളാഹുവിൽ സൂക്ഷിപ്പ് മുതലായി ഏൽപ്പിക്കുകയാണ്. എന്തിനെന്നോ? ദീനക, നിന്റെ ദീനിനെ. നീ നാട്ടിലാണെങ്കിലും മറുനാട്ടിലാണെങ്കിലും ദീന് കളഞ്ഞു കുളിക്കരുത്. നിന്റെ കൂടെ എപ്പോഴും നിന്റെ റബ്ബുണ്ട്. നീ ജീവനാടിയേക്കാൾ സമീപസ്ഥനുണ്ട്. ഇവിടുന്ന് ആര് കാണാനാ? നാട്ടുകാരൊന്നും ഇവിടെ അല്ലല്ലോ. ഞാൻ മറുനാട്ടിലല്ലേ, ആരും കാണാത്ത ഒരു ഹോട്ടലിലല്ലേ, ഇവിടെ പരിചയക്കാരും ഇല്ലല്ലോ. എല്ലാ ബോധം നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട്. അത് നിന്റെ ദീനിന്റെ അടിത്തറയാണ് ഈ വിശ്വാസം. ആ ദീനിനെ അള്ളാഹുവിന്റെ അരികിൽ സൂക്ഷിപ്പ് മുതലായി ഞാൻ ഏൽപ്പിക്കുന്നു എന്നാണ്. അസ്തൗദിഉല്ലാഹ ദീനക് വ അമാനതക്. നിന്റെ അമാനത്തിനെ, നിന്റെ വ്യക്തിഗതമായ അമാനത്തിനെ, അള്ളാഹുവിനോട് നീ നിർവഹിക്കേണ്ട അമാനത്തിനെ, കുടുംബത്തിനോട് നീ നിർവഹിക്കേണ്ട അമാനത്തിനെ, നിന്റെ നാട്ടുകാരോട്, വീട്ടുകാരോട്, അയൽപക്കക്കാരോട്, കൂട്ടുകാരോടൊക്കെ നീ നിർവഹിക്കേണ്ട അമാനത്തിനെ സൂക്ഷിപ്പ് മുതലായി അള്ളാഹുവിൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്നാണ്. വ ഖവാതീമി അമലിക്. അതേപോലെ തന്നെ നിന്റെ എല്ലാ കർമ്മങ്ങളുടെയും ശുഭകരമായ പരിണിതിയും ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു. ഇനി നീ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് യാത്രയാക്കുന്ന ആ യാത്രയെക്കുറിച്ച് മാത്രമല്ല ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ പുണ്യവും ഭക്തിയും ഞങ്ങൾക്ക് നൽകണമേ. വമിനൽ അമലി മാ തർല. നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ഈ യാത്രയിൽ ചെയ്യാൻ ഞങ്ങൾക്ക് അവസരമൊരുക്കണമേ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വത്വി അന്നാ ബുഗ്ദ. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് എളുപ്പമാക്കണമേ, ദൈർഘ്യം കുറച്ചു തരണമേ. അല്ലാഹുമ്മ അൻത സാഹിബു ഫി സഫർ. അല്ലാഹുവേ, നീയാണ് എൻ്റെ ഈ യാത്രയിലെ സഹയാത്രികൻ. ഒരു മുഅ്മിനും മുസ്ലിമുമായ ആള് യാത്ര പോകുമ്പോൾ അയാളുടെ പ്രാർത്ഥന മനോഗതി എന്താണെന്ന് ചോദിക്കുന്നു. അല്ലാഹുവേ, നീയാണ് എൻ്റെ അൻത സ്വാഹിബു ഫി സഫർ. നീ എൻ്റെ കൂടെ, ഞാൻ ഇരിക്കുന്ന തൊട്ടടുത്തുണ്ട് റബ്ബേ സഹയാത്രികനായി. എൻ്റെ കുടുംബത്തിന്റെ കഥയോ? വൽ ഖലീഫ ഫിൽ അഹ്ൽ. എൻ്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ അത് നോക്കാനുള്ള ഖലീഫയായി നിന്നെ ഞാൻ നിയമിക്കുന്നു റബ്ബേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ വഅസാഇ സഫർ വകആബത്തിൽ മൻദർ വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ൽ. യാത്രയിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളും ക്ലേശങ്ങളും അതുപോലെ തന്നെ കാണാനാവാത്ത കാഴ്ചകൾ ഉണ്ടാകുന്നതിൽ നിന്നൊക്കെ റബ്ബേ നിന്നോട് ഞങ്ങൾ കാവൽ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഹൃദയംഗമമായ ഭക്തിനിർഭരമായ ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടൊരു വിശ്വാസി എവിടെ പോയാൽ എന്താണ്? അവന്റെ കൂടെ അവന്റെ റബ്ബുണ്ട്. അള്ളാഹുവിലാണ് അവൻ തവക്കുലാക്കിയിട്ടുള്ളത്. അവന്റെ ജീവിത വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള കച്ചവട യാത്രയാണെങ്കിൽ, അവന്റെ മറ്റു ഉദ്യോഗങ്ങൾക്കും ജോലിക്കും വേണ്ടിയുള്ള യാത്രയാണെങ്കിൽ അവന് ബർക്കത്ത് കൊടുക്കൂലേ? അവന്റെ മനോമുഖരങ്ങളിൽ നിറഞ്ഞു തുളുമ്പി ഒഴുകുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ വിശ്വാസമാണ്. ഇത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന യാത്രാവേളയിലെ മര്യാദയാണെങ്കിൽ സഹോദരങ്ങളെ, ഇങ്ങനെ എത്ര ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള ഉപചാരങ്ങളെ, സുന്നത്തുകളെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. യാത്രാ സന്ദർഭത്തിൽ എവിടെയെങ്കിലും നമ്മൾ ചെന്നിറങ്ങുകയാണെങ്കിലോ അവിടെയും പഠിച്ചോന്റെ കാവൽ. അള്ളാഹുവിന്റെ എന്തൊക്കെ തിന്മകൾ അവൻ തീരുമാനിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹുവിന്റെ ജ്ഞാനവചനങ്ങളെ കൊണ്ട് ഞാനിതാ കാവൽ തേടുന്നു. പരിപൂർണങ്ങളായ അവന്റെ ജ്ഞാനവചനങ്ങളാൽ ഞാൻ കാവൽ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന.
ഇനി നമ്മൾ യാത്രാവേളയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ചെന്നെത്തിയാൽ, ഒരു ഗ്രാമത്തിൽ ചെന്നിറങ്ങിയാൽ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി ഹാദിഹിൽ ഖറിയ, ഈ ഗ്രാമപ്രദേശത്തിലുള്ള നന്മകൾ എനിക്ക് വേണം റബ്ബേ, ഞാനത് ചോദിക്കുന്നു. വഖൈറ മാ ജമഅത ഫിഹാ, നീ എന്തൊക്കെ നന്മ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടോ അതൊക്കെ എനിക്ക് കിട്ടണം. ഒരു യാത്രക്കാരന്റെ, മുസാഫിറായ ഒരു മുഅ്മിനിന്റെ ആവശ്യമായി പ്രാർത്ഥനയിലൂടെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. വഅഊദു ബിക മിൻ ശർരിഹാ വമിൻ ശർരി മാ ജമഅത ഫിഹാ, അവിടുന്ന് ഉണ്ടായേക്കാവുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും റബ്ബേ നിന്നോടിതാ ഞാൻ കാവൽ തേടുന്നു എന്നുള്ള ഈ പ്രാർത്ഥന. അല്ലാഹുമ്മ അർസുഖ്നാ മിൻ ജനാഹ വഅഇദിനാ മിൻ വബാഹ, അതിലെ വിഭവങ്ങൾ, അവിടെയുള്ള നല്ല വിഭവങ്ങൾ എനിക്ക് നൽകണം റബ്ബേ. അവിടെ ഉണ്ടാകുന്ന എല്ലാ വ്യാധികളിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു റബ്ബേ എന്നൊക്കെയുള്ള ഈ പ്രാർത്ഥന. വഹബ്ബിബ്നാ ഇലാ അഹ്ലിഹാ വഹബ്ബിബ് സ്വാലിഹി അഹ്ലിഹാ ഇലൈനാ, ആ നാട്ടുകാർക്കൊക്കെ എന്നെ പ്രിയപ്പെട്ടവനാക്കി തീർക്കണമേ എന്നാണ്. ആ നാട്ടിലുള്ള നല്ല മനുഷ്യന്മാരുടെയൊക്കെ പ്രിയം സമ്പാദിക്കുന്ന ഒരാളായി എന്നെ നീ മാറ്റേണമേ റബ്ബേ എന്ന് പറഞ്ഞാൽ, നോക്കൂ നിങ്ങൾ, ഒരു വിശ്വാസി അവൻ ഇടപഴകുന്ന എല്ലാ പ്രദേശങ്ങളും, അവൻ ഇടപഴകുന്ന എല്ലാ പ്രദേശത്തുകാരുമായി ഇഴുകിച്ചേർന്നുകൊണ്ട് അവന്റെ വിശ്വാസത്തെയും അവന്റെ സംസ്കാരത്തെയും അവന്റെ ധർമ്മനിഷ്ഠയെയും കളഞ്ഞു കുളിക്കാതെ അവൻ എവിടെയും സഞ്ചരിക്കുന്നൊരവസ്ഥയുണ്ടാകുമെന്നാണ്. ഇത്തരം ഒരു യാത്രാ രീതിയെയും യാത്രാ മര്യാദകളെയും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മുടെ അന്ത്യയാത്രക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാകണം നമ്മുടെ എല്ലാ യാത്രകളും എന്ന പാഠമാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവാചകന്റെ സുന്നത്തും അള്ളാഹുവിന്റെ കൽപ്പനകളും ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തുണയേകുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് അതിന് നീ തൗഫീഖും അനുഗ്രഹവും നൽകണമേ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രാവേളയിൽ ഒരുപാട് ഇളവുകൾ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നമസ്കാരത്തിലുള്ള ഇളവുകളാണ്. യാത്രക്കാരന് അവന് നമസ്കാരം ജമ്മും ഖസുറുമാക്കി നമസ്കരിക്കാം. ഫഇദാ ലറബ്തും ഫിൽ അർളി ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖസുറു മിനസ്സലാ ഇൻ ഖിഫ്തും അൻ യഫ്തിനകുമുല്ലദീന കഫറു. യാത്ര ചെയ്യുന്നവരാണെങ്കിൽ സത്യനിഷേധികൾ നിങ്ങൾക്ക് നാശം വരുമെന്ന് ഭയപ്പെട്ടാൽ നമസ്കാരം ചുരുക്കി നിസ്കരിക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമല്ല എന്നാണ്. സൂറ നിസായിലെ 101-ാമത്തെ ആയത്തിൽ അബിയഅലത്ത് ബിൻ ഉമയ്യ അദ്ദേഹം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ ആയത്ത് ഫഖദ അമിനന്നാസ്, ഇപ്പോൾ യുദ്ധത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒന്നും സന്ദർഭങ്ങളല്ലല്ലോ, ജനങ്ങൾ നിർഭയരാണല്ലോ, ഇപ്പോഴും നമുക്ക് നിസ്കാരത്തിൽ യാത്രക്കാരനാണെങ്കിൽ ചുരുക്കാൻ വല്ല വകുപ്പുമുണ്ടോ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫഖാല അജിബ്തു മിമ്മാ അജിബ്ത മിൻഹു, നിനക്ക് അതിശയം തോന്നിയ ഇതേ കാര്യം എന്നെയും അതിശയിപ്പിച്ചിട്ടുണ്ട്. ഫസഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലിനോട് ഞാൻ ചോദിച്ചു, അൻ ദാലിക്, ഈ യാത്രക്കാരുടെ നമസ്കാരത്തിലുള്ള ഇളവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി പറഞ്ഞത് എന്താണെന്നോ, സ്വദഖത്തുൻ തസദ്ദഖല്ലാഹു ബിഹാ അലൈക്കും, ഈ യാത്രയിൽ 4 റക്അത്തുള്ള നമസ്കാരം 2ആക്കി ചുരുക്കുക എന്നുള്ളത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയൊരു സ്വതക്കയാണ്. ഫഅഖ്ബിലു സ്വദഖതഹു, അള്ളാഹ് നൽകിയ സ്വതക്കയെ നിങ്ങൾ സ്വീകരിച്ചുകൊള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് യാത്രാവേളയിൽ യാത്രയൊക്കെ പോകുമ്പോൾ കുടുംബസമേതമൊക്കെ നമ്മൾ പോകുന്നത് നല്ലതാണ്. നമ്മുടെ മക്കൾക്ക് ഇതേപോലെയുള്ള നമസ്കാരം ജമ്മും ഖസുറുമാക്കി നമസ്കരിക്കലും വെള്ളമില്ലാത്ത സന്ദർഭത്തിൽ തയമ്മും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കലും. ഇനി എല്ലാ ആളുകളും യാത്രയിലൊക്കെ സോക്സും ഷൂവും ഒക്കെ ധരിക്കുന്ന ആളുകളാണ്. ആ സന്ദർഭത്തിൽ യാത്രക്കാരനാണെങ്കിൽ 3 ദിവസം
ഇനി നാട്ടിൽ തന്നെ നമ്മൾ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ മിക്കവാറും എല്ലാവരും സോക്സും ധരിക്കും, ഷൂവും ധരിക്കും. ഓരോ ഒതു ചെയ്യുന്നതിനും അത് അഴിച്ചിങ്ങനെ കഴുകേണ്ടതില്ല. നിങ്ങൾ ഒതു ചെയ്തുകൊണ്ട് സോക്സ് ധരിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നീട് ഒരു ദിവസം പൂർണ്ണമായി നാട്ടിൽ തന്നെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ സോക്സിന്റെ മുകളിൽ തടവിയാൽ മതി. ഒരൊറ്റ തടവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിന്റെ കീഴ്ഭാഗത്ത് നിന്ന്, പുറത്തു നിന്ന് കീഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഇടത്തെ കൈയും വലത്തെ കൈയും ഇടത്തെ കാലിന്മേലും വലത്തെ കാലിന്മേലും വെച്ച് മുകളിലേക്ക് ഇങ്ങനെ നീക്കി കൊണ്ടുവരുന്നതാണ് തടവല്. ഇത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ രീതി വരെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശരിക്ക് ദീനിന്റെ ഭാഗമായി നമുക്ക് പഠിക്കാമെന്നുള്ളതാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മൂത്രമൊഴിക്കാൻ വേണ്ടി പോയി പിന്നീട് ഒളു ചെയ്തത് ജരീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാല സുമ്മ തവല്ല വമസഹ അലാ ഖുഫൈഹി. അലി റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, നബി മൂത്രമൊഴിച്ചു വന്നു, പിന്നീട് ഒളു എടുത്തപ്പോൾ കാല് കഴുകാതെ ഖുഫയിൽ നബി തടവുകയാണ് ഉണ്ടായത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു റസൂലുള്ളാഹി യംസഹു അലാ ലാഹിരി ഖുഫൈഹി. പ്രവാചകൻ തന്റെ ഖുഫയുടെ പാദരക്ഷയുടെ മുകളിൽ തടവുകയാണ് ഉണ്ടായത്. തഫ്സീറുകളിലും ഫിഖ് ഗ്രന്ഥങ്ങളിലും ഈ വിഷയത്തിൽ കാണാൻ കഴിയും, വകുല്ലു മാ യസ്തിറു റിജ്ലൈൻ യുംസഹു അലൈഹി. നിങ്ങളുടെ കാല് മറക്കുന്ന എന്ത് ആണെങ്കിലും അതിന് എന്ത് പേര് നിങ്ങൾ ഇട്ടാലും, സോഫാന്നോ ഖുഫാന്നോ സോക്സെന്നോ ഷൂന്നോ എന്ത് നിങ്ങൾ ഇട്ടാലും അതില്ല ഇബ്റത ബിൽ അസ്മായി വൽ അജ്നാസ്. അത് എന്ത് ഇനമാണെന്നോ എന്ത് പേരാണെന്നോ ഒരു പരിഗണനയുമില്ല. വലാ യംനഉ മിൻ ദാലിക ഹുദൂസുൽ ഖുറൂഖി ഫിഹി. ഇനി സോക്സിന് എവിടെയെങ്കിലും ചെറിയൊരു കീറലുണ്ടെങ്കിൽ തടയാൻ പാടില്ല, ആ ജാതി വസ്വാസും വേണ്ട. ഈ വിഷയത്തിൽ ഈ കാര്യങ്ങൾ ഇത്ര വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതൊക്കെ വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഈ ദീനിൽ അല്ലാഹു നമുക്കൊരു പ്രയാസവും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അല്ലാഹു നമുക്ക് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. എളുപ്പമാണ് പഠിച്ചവൻ നമുക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഒരു പ്രയാസവും ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ വളരെ ലളിതമായി നമുക്ക് അനുവർത്തിക്കാനും അനുഷ്ഠിക്കാനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും കഴിയുന്ന ഈ ദീനിന്റെ അധ്യാപനങ്ങൾ നമ്മൾ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമീനായ നാഥ, കരുണാമയനെ, നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയ ധാരാളം തെറ്റുകളുണ്ട് റബ്ബേ. എല്ലാം അറിയുന്നവനെ, ഞങ്ങളുടെ മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്നവനെ, ഞങ്ങളുടെ ജീവനാടിയേക്കാൾ സമീപസ്ഥനായ റഹ്മാനെ, നിന്റെ ഫضല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വാത്സല്യ നിധികളായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, ഉസ്താദുമാർ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിന്റെ അതിരും എതിരുമില്ലാത്ത റഹ്മത്തും കാരുണ്യവും നീ ചൊരിഞ്ഞു കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങൾക്കിടയിൽ രോഗികളായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്ത ആളുകളുണ്ട്, മേജർ ഓപ്പറേഷനുകൾക്ക് വരെ വിധേയരാകാൻ ഒരുങ്ങി നിൽക്കുന്നവരും കാത്തിരിക്കുന്നവരുമുണ്ട്. ഞങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണമേ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയവരാണ് റഹ്മാനെ. അവരുടെ എല്ലാവരുടെയും അസുഖം നീ ഭേദമാക്കണമേ. അവരുടെ എല്ലാവരുടെയും ഓപ്പറേഷനുകളും ചികിത്സയും ഒക്കെ തന്നെ നീ ഫലപ്രദമാക്കി തീർക്കണമേ തമ്പുരാനെ. പൂർണ്ണ ആരോഗ്യം നൽകി അവർക്ക് നീ ഇനിയും നിന്നെ പേടിച്ച് നിന്റെ മാർഗത്തിൽ ജീവിക്കാനുള്ള അവസരം ഒരുക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ.